കോഴിക്കോട് കക്കയം 30-ാം മൈലിൽ പുഴയിൽ കാണാതായ യുവാവിനായി തിരച്ചിൽ തുടങ്ങി. കിനാലൂർ പൂളക്കണ്ടി സ്വദേശി അശ്വിനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഫയർഫോഴ്സ് സ്കൂബ സംഘവും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അശ്വിൻ എന്ന യുവാവിനെ കാണാതാവുന്നത്. രാഹുൽ കെ വി ചേരുന്നു. രാഹുൽ, തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? മോത്തി, ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും അതുപോലെ നാട്ടുകാരും വിവിധ സംഘങ്ങളായി തിരിഞ്ഞ പുഴയിലുടനീളം തിരച്ചിൽ നടത്തുകയാണ്. പക്ഷേ കണ്ടെത്തുവാൻ മാത്രം കഴിയുന്നില്ല. ഇന്നലെ സുഹൃത്തുക്കൾക്കൊപ്പം, ഇന്നലെ പൊതു പണിമുടക്ക് ദിവസമായതുകൊണ്ട് അവധി ആഘോഷിക്കുന്നതിന് വേണ്ടി 12ഓളം സുഹൃത്തുക്കൾക്കൊപ്പം സ്ഥലത്തേക്ക് വന്നതാണ് അശ്വിൻ. നല്ല ആഴവും ഒഴുക്കുമുള്ള പുഴയിലാണ് കാണാതായത്. ഇന്നലെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ, ഇരുട്ടാകുന്നത് വരെയുള്ള സമയത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും മണിക്കൂറുകളോളം തിരഞ്ഞുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് തിരച്ചിൽ നിർത്തുകയും ഇന്ന് രാവിലെ പുനരാരംഭിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഈ സ്ഥലം പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണ്. പക്ഷേ പുറത്തുനിന്ന് വരുന്ന ആളുകളൊന്നും അങ്ങോട്ടേക്ക് കുളിക്കാൻ ഇറങ്ങരുത് എന്ന നാട്ടുകാർ നിർദ്ദേശം കൊടുക്കുന്നൊരു മേഖല കൂടിയാണ്. കാരണം ഈ ഒഴുക്കും ആഴവുമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് പുറത്തുനിന്ന് വരുന്നവർക്ക് പ്രവചിക്കാൻ കഴിയുന്നതല്ല ആ പുഴയുടെ സ്വഭാവം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അതൊക്കെ അങ്ങനെ മുഖവിലക്ക് എടുക്കാതെയാണ് ഈ സുഹൃത്തുക്കൾക്കൊപ്പം അവിടെ കുളിക്കാൻ ഇറങ്ങിയിരുന്നത്. എന്തായാലും ദൗർഭാഗ്യകരം, 30 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവാണ്. തിരച്ചിൽ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും ശരി രാഹുൽ, പലപ്പോഴും മുന്നറിയിപ്പുകൾ അവഗണിച്ച് പലരും പലതും ചെയ്യാറുണ്ട്. അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. വലിയ ദാരുണമായ സംഭവമാണ്. 30 വയസ്സുള്ള യുവാവിന് വേണ്ടിയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്.